അപ്പൊ ഹായ് ഗൈസ്. അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ആക്ച്വലി ഞങ്ങൾക്ക് സൺഡേ പരിപാടീസിലാണ്. സാധാരണ ഞങ്ങൾ അങ്ങനെ സൺഡേ പരിപാടീസ് ഒന്നും സെറ്റ് ചെയ്യുന്നില്ല. എന്നാൽ ഞങ്ങൾ ഇന്ന് ഇച്ചിരി ഇവൻ കുറച്ച് ദിവസമായിട്ട് കൊച്ചി വന്നപ്പോൾ തൊട്ട് മറ്റേ കാർ ഓടിക്കാൻ കളിക്കാൻ പോകണം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ്. അപ്പം ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ കുറച്ച് ഈ ചെറിയ RC കാർസ്, ഭയങ്കര മറ്റേ എല്ലാവരും ചെയ്യുന്ന നടക്കുന്ന ഭീകര RC കാർസ് ഒന്നും അല്ല, ഞങ്ങളിലുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. എനിക്ക് ഈ കാർ ഭയങ്കര ക്രൈസാണ്. കളക്ഷനൊക്കെ ഞങ്ങൾ ഫ്ലാറ്റിൽ ചെന്നിട്ട് ഒരു ദിവസം വേണം, ഫ്ലാറ്റിൽ ചെന്നിട്ടല്ല, ഒരു ദിവസം ഞങ്ങൾ കാണിച്ചു തരാം. കുറച്ച് കളക്ഷൻസൊക്കെ ഉണ്ട്. പിന്നെ അപ്പോൾ ഇന്ന് അതിൽ കുറച്ച് RC കാർസൊക്കെ എടുത്ത് രാവിലെ സർവീസൊക്കെ ചെയ്ത് അതിൻ്റെ വീഡിയോസ് ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ കാണിക്കാം. അപ്പോൾ ഗായ്സ്, ഞങ്ങൾ ഇന്ന് കുറച്ച് ഓഫ് റോഡ് ചെയ്യാൻ പോവുകയാണ് ഗായ്സ്. അപ്പോൾ ഓഫ് റോഡ് ചെയ്യാനായിട്ട് ഞങ്ങളുടെ കയ്യിലുള്ള മെഷീൻസ് എല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഫസ്റ്റ് പാർട്ട് ഓഫ് സർവീസ് കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളതൊക്കെ കഴിഞ്ഞ് തിരിച്ച് കണക്ഷൻ സ്റ്റേജിലാണ്. ഞങ്ങൾ സർവീസ് ചെയ്ത് റെഡിയാക്കി കഴിഞ്ഞു. വില്ലീസിനെയും ഇത് നിങ്ങൾ കണ്ടില്ലല്ലോ ഗൈസ്, വില്ലീസും റെഡി. അപ്പോൾ ഞങ്ങളുടെ ഇനി ഇയാൻകുട്ടൻ്റെ കാറാണ്. ഞങ്ങൾ ഇതുമായിട്ട് ആക്ച്വലി മറൈൻ ഡ്രൈവിലേക്ക് പോവുകയാണ്. മറൈൻ ഡ്രൈവിൽ പോയി ഞങ്ങൾ വണ്ടി ഓടിക്കാൻ പോവുകയാണ്. വണ്ടി ഓടിച്ച് കളിക്കാൻ പോവുകയാണ്. ഇത് ജൂഡത്തിന് വേണ്ടിയാണ് ഈ കാറ്. വില്ലീസ് എൻ്റെതാണ്, ഇത് ഇയാൻകുട്ടൻ്റെ. റൂഹാൻ വിൽ ബി ഓൺ പ്രാമിനകത്ത് കിടക്കാനുള്ള പ്രായമേ ആയിട്ടുള്ളതുകൊണ്ട് റൂഹാന് ഞങ്ങൾ പ്രാമിനകത്ത് ഇടുന്നതായിരിക്കും. ഗൈസ്, ഞങ്ങളൊരു 9:30 ഒരുങ്ങി തുടങ്ങിയതാണ്. ഇപ്പം സമയം വന്നിട്ട് 11:10. ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം ഒരു 11:45 അപ്പോൾ അങ്ങനെ കുറച്ച് സർവീസ് അല്ല, അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ, ബാറ്ററിയൊക്കെ ചാർജ് ചെയ്ത് അതിനൊന്ന് പൊടിയൊക്കെ തട്ടിയെടുത്ത് അതിൻ്റെ ഇതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി അതിനകത്ത് കുറച്ച് ചെറിയ വർക്ക്സ് പരിപാടികളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്ത് രാവിലെ അതെല്ലാം എടുത്ത് പാക്ക് ചെയ്ത് ഞങ്ങളിപ്പോൾ മറൈൻ ഡ്രൈവിലേക്ക് പോവുകയാണ്. ആക്ച്വലി ഞങ്ങള് ഈ ബിയാൻകുട്ടനെ എപ്പോഴും ഞങ്ങൾ പറയും, ഞങ്ങൾ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. ഫ്ലാറ്റിന് താഴെ എപ്പോഴും കളിക്കാൻ പോവാം എന്നും പറയും. പക്ഷെ ഉച്ചയ്ക്ക് ഇവനെ ഉറക്കും ഞങ്ങൾ. അപ്പോൾ ഉറക്കി എഴുന്നേൽക്കുമ്പോഴത്തേക്ക് ഒരു 5-5:30-6 മണിയെങ്കിലും ആകും എഴുന്നേറ്റ്. പിന്നെ മൂടൊന്ന് സെറ്റാകും, പിന്നെ ഒരു 1/4 മണിക്കൂർ വേണം. അപ്പൊ ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് താഴെ ഇറക്കാൻ പറ്റില്ല. ഞങ്ങൾ എറണാകുളത്ത് തന്നെ ആയതുകൊണ്ട് അറിയാലോ, കൊതുവിന്റെ ശല്യം വളരെയധികം രൂക്ഷമാണ്. അതെ, വളർത്തു മൃഗം എന്ന് പറയുന്നല്ലേ, വളർത്തു വീഴ്ച. അപ്പൊ അതുകൊണ്ട് അത് പറ്റാറില്ല. അപ്പൊ ഇന്നിപ്പോ സൺഡേ ഞങ്ങൾ രാവിലെ എഴുന്നേറ്റപ്പോ ഞങ്ങൾ ഓർത്ത് തന്നെ കുഞ്ഞിനെ കൊണ്ടൊരു സ്ഥലത്ത് എവിടെയെങ്കിലും നമുക്ക് പോകാം എന്നോർത്ത് പെട്ടെന്നിട്ടൊരു പ്ലാൻ. അത് ആക്ച്വലി ഞങ്ങൾക്ക് വലിയ പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾ ഇവിടുന്ന് മറൈൻ ഡ്രൈവിലേക്ക് തിരിച്ചു. ഇനിയും അവിടെ ചെന്നിട്ട് ഞങ്ങൾ ബാക്കി വീഡിയോസ് എടുക്കുന്നതായിരിക്കും. നമ്മളെ വീഡിയോസ് ഇനി കുറച്ചൊന്ന് ഷോർട്ടാക്കി ഒരു 5 minutes 6 minutes ഒരു 10 minutesനകത്തുള്ള വീഡിയോസ് ആക്കും. കാര്യം 20 minutes 25 minutes എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ കാണാൻ ഭയങ്കര ബോറിംഗ് ആയിരിക്കും, മടിയായിരിക്കും. ഞങ്ങൾക്കത് ഓക്കെ, ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അതൊരു ഇതായിട്ട് തോന്നത്തില്ല. പക്ഷെ നിങ്ങൾക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതുകൊണ്ട് ഞങ്ങളത് ഷോർട്ടാക്കാൻ തീരുമാനിച്ചെന്തായാലും. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ മറൈൻ ഡ്രൈവ് പര്യടനം കഴിഞ്ഞിരിക്കുന്നു. അടുത്ത ഡെസ്റ്റിനേഷൻ എങ്ങോട്ടാ? നമ്മൾ തിരിച്ച് വീട്ടിൽ പോവാ. ഫുഡ് കഴിക്കാൻ പോണ്ടേ? ബിരിയാണി. എന്റെ ഡയറ്റ് എല്ലാം കളയുക. ഞാൻ മാത്രമൊന്നുമല്ല,
അതെ അതെ, കാറ് വാങ്ങിക്കാൻ ഒരുത്തൻ വാശി പിടിക്കുന്നുണ്ട്, വാങ്ങിച്ചു കൊടുക്കത്തില്ല കേട്ടോ. ഇന്ന് എപ്പോഴും കാറ് വാങ്ങിപ്പോ മമ്മൂഞ്ഞു ഈ ആൺകുട്ടനും നടക്കുന്നു. ഹായ് ഗായ്സ്. ഞങ്ങൾ മറൈൻ ഡ്രൈവിൽ നിന്ന് ഇറങ്ങി. അല്ല ഈ ഹായ് ഗായ്സ് നമ്മൾ വീഡിയോ തുടങ്ങുമ്പോൾ എപ്പോഴും അറിയാതെ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ മറൈൻ ഡ്രൈവിൽ നിന്ന് ഇറങ്ങി. ഞങ്ങൾ മറൈൻ ഡ്രൈവിലെ പരിപാടി കാണിച്ച് 2 കാർ അവിടെ നോക്കിച്ചുകൊണ്ട് കാണിച്ചു. പിന്നെ കാർ ഭ്രാന്താക്കിനെ ആക്കിയത് ഞാൻ തന്നെ ഇപ്പൊ അനുഭവിക്കുന്നുണ്ട്. കയ്യിലെ കാശ് മൊത്തം കാർ വാങ്ങിച്ചത്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ മറൈൻ ഡ്രൈവിലെ വണ്ടി ഓടിപ്പ് സെഷൻ ഞങ്ങൾ കുറച്ചൊക്കെ എടുത്തിട്ടുള്ളൂ. ഇവളും വണ്ടിയൊക്കെ ഓടിച്ചായിരുന്നു, പക്ഷെ അവളുടെ വീഡിയോ എടുക്കാൻ പറ്റില്ല. ഞാൻ കളിയിൽ മുഴുകിപ്പോയി. ഐ എം സോറി. അപ്പൊ ഞങ്ങൾ ഇനി ഫുഡ് അടിക്കാൻ, ബിരിയാണി അടിക്കാൻ പോകുന്നത് എന്തോ വേണം? ബിരിയാണി ഡയറ്റിലുള്ളതാ നല്ല. ഓ ഞാൻ പറഞ്ഞല്ല, നമുക്ക് തിങ്കളാഴ്ച മുതൽ ഡയറ്റിങ് തുടങ്ങാൻ. നാളെയാണ് തിങ്കൾ. എന്റെ ട്രെയിനർ ഇതെല്ലാം കാണുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. നാളെ പോലെ നമുക്ക് തുടങ്ങാം. നാളെ പോലെ നമ്മൾ കാട്ട ഡയറ്റ്. ഓക്കെ. ആ അത് നീ ബാക്കിലെ അപ്പൊ ഇനി ഫുഡ് കഴിക്കുന്നത് വീട്ടിലാണ് പോകുന്നതെങ്കിൽ വീട്ടിൽ വെച്ച് കാണാം. അല്ല ഞങ്ങൾ പുറത്തെവിടെയെങ്കിലും പോയി കഴിക്കാനാന്നേ പുറത്ത് വെച്ച് കാണാം. അപ്പോൾ ബൈ ഗായ്സ്. ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ കഥ ഇന്നത്തോടെ തീർന്നു.